ടേൺ ഓവർ ക്രോസ് ചെയ്തില്ലെങ്കിലും ചില കേസുകൾ ഈ GST രജിസ്ട്രേഷൻ കമ്പൽസറി ആവുന്നുണ്ട്. അത് സെക്ഷൻ 24 ഈ പറയണത്. ഇപ്പോൾ ഒരു എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈസ് നടത്തുന്നവർ, പിന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, പിന്നെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, പിന്നെ റിവേഴ്സ് ചാർജിൽ ടാക്സ് അടിക്കേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ കമ്പൽസറി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററും ഇ-കൊമേഴ്സ് സെല്ലറും ഡിഫറെൻ്റ് ആണ്. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇവരൊക്കെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതിലൂടെ നമ്മൾ സെല്ല് ചെയ്യുന്നത് ആരാണോ അവരാണ് ഇ-കൊമേഴ്സ് സെല്ലർ. ഇവർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ടേൺ ഓവറിന്റെ ബേസിൽ തന്നെയാണ്. ഇപ്പോൾ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്നവരാണ്, ഇൻട്രാ സ്റ്റേറ്റ് മാത്രം. അങ്ങനെയാണെങ്കിൽ 40 ലക്ഷം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. സർവീസിന്റെ കേസിലാണെങ്കിൽ 20 ലക്ഷം ടേൺ ഓവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ഇവിടെ ഇന്റർ സ്റ്റേറ്റ് സെയിൽ നടക്കുകയാണെങ്കിൽ പക്ഷെ അവർക്ക് GST രജിസ്ട്രേഷൻ കമ്പൽസറി ആവും. അവിടെ ഈ ടേൺ ഓവറിന്റെ ത്രെഷോൾഡ് നോക്കേണ്ട ആവശ്യം വരില്ല.